കുട്ടികൾക്ക് അപ്പം അങ്ങനെ വരിക. കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വളരുന്നത്. കുട്ടികൾ സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടനാ സംഘടന. മുതിർന്നവരും പഴയ കാലത്തുള്ളവരൊന്നും അങ്ങനെയല്ല. സംഘടനാപരമായതൊക്കെ നടക്കുമ്പോൾ തന്നെ സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുമായിരുന്നു. ആ സൗഹൃദങ്ങൾക്കുള്ള വിലയൊക്കെ ഇല്ലാതായി പോയത് പിന്നീട് കുട്ടികളുടെ സംഘടനകൾ വരാൻ തുടങ്ങിയപ്പോഴാണ്. കുട്ടികളുടെ സംഘടന ആ ലെവലിൽ വന്നപ്പോണ്ടായ സംഭവം എല്ലാം തീരും, കുഴപ്പങ്ങളൊക്കെ പോകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമ്മുടെ ഉലമാ സമൂഹത്തെ പരസ്പരം സൗഹാർദ്ദത്തോടെ ബഹുമാനത്തോടെ ബീരാമുട്ടി മുസ്ലിയാരുടെ ഒക്കെ ആശയം പോലെ, ആഗ്രഹം പോലെ, അഭിലാഷം പോലെ അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നിങ്ങൾ കേട്ട പോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയാദർശം ഉയർത്തിപ്പിടിച്ച് നിലകൊള്ളുന്നതിന് തെക്കുള്ള സംഘമാവട്ടെ വടക്കുള്ള സംഘങ്ങളാവട്ടെ ഏതിന്റെ കൂടെ നിന്നാലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കാം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മഹത്തായ ഒരു സന്ദേശം തന്നെയാണ്. അദ്ദേഹത്തിന്റെ മാത്രമല്ല, കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആ സന്ദേശമാണ് ഉയർത്തിപ്പിടിക്കുന്നത്. കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമ അതിന്റെ നയങ്ങളിലും അതിന്റെ തീരുമാനങ്ങളിലും അതിന്റെ ആശയങ്ങളിലും അതിന്റെ നയരേഖകൾ അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലും സജീവമാണ് എന്നതുകൊണ്ട് മറ്റു സുന്നി സംഘങ്ങളെയൊന്നും തള്ളിപ്പറയുകയോ മറ്റു സുന്നി സംഘടനകളെയൊന്നും എതിർക്കുകയോ അതിൽ പ്രവർത്തിക്കുന്നതിന് നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുന്നില്ല. അത് ആ രീതി തന്നെയാണ്. നിങ്ങൾക്കറിയാം, കേരള സംസ്ഥാന സുന്നി യുവജന ഫെഡറേഷന്റെ സ്ഥാപനമാണ് മഞ്ചേരിയിലുള്ള ദാറുസുന്ന. ഈ ദാറുസുന്നയിൽ നടത്തി വരുന്ന ദഅ്വാ കോഴ്സ് അതിലെല്ലാ വിഭാഗം സംഘങ്ങളിൽപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള ഖരീജുകളും അതിൽ നിന്നെല്ലാം ബിരുദമെടുത്തിട്ടുള്ള ആളുകളും അതിലെ PG കോഴ്സിന് വേണ്ടി ചേരുന്നുണ്ട്. അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവർക്കും പറയാം. അതിന്റെ ഒരു ഭാഗമാണ് വീരാങ്കുട്ടി മുസ്ലിയാരുടെ താല്പര്യപ്രകാരം അദ്ദേഹത്തിന്റെ തന്നെ നിർദ്ദേശപ്രകാരം നമ്മൾ കരുനാഗപ്പള്ളിയിൽ നടത്തിയത് പറഞ്ഞിരുന്നു. അതിലൊന്നും സംഘടനാ വൈവിധ്യങ്ങളോ സംഘടനാ വിരോധങ്ങളോ ഒരിക്കലും നമ്മൾ ആരും കൂട്ടിച്ചേർക്കാറില്ല. അതങ്ങനെ തന്നെയാണ് വേണ്ടത്. അത് നിങ്ങൾക്കറിയാവുന്ന പരിചയപ്പെട്ടവരും ബഹുമാനപ്പെട്ട വീരാങ്കുട്ടി മുസ്ലിയാർ അതേപോലെ തന്നെയാണ് കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമയുടെ അത്യുന്നതരായ നേതാക്കന്മാരായിട്ടുള്ളവരുടെ എല്ലാം നയം. ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമയുടെ ശിഷ്യന്മാരിൽ എത്ര പേർ സമസ്തകളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്? 2 സമസ്തകളിലും. അവരൊക്കെ ബഹുമാനപ്പെട്ടവരെ കാണുന്നു, ബഹുമാനപ്പെട്ടവർ വരുന്നു. ബഹുമാനപ്പെട്ടവർ ഖാദിയായ സ്ഥലത്ത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉന്നതന്മാരായ പണ്ഡിതന്മാരെ വഹാബികൾക്കെതിരെയുള്ള പ്രസംഗത്തിന് വേണ്ടി കൊണ്ടുവരുമ്പോൾ മർഹൂം E.K. ഹസൻ മുസ്ലിയാർ അവറുകളെയും വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളെയും ഞാൻ മരുതയിൽ പഠിക്കാൻ ചെല്ലുന്ന ആ ആദ്യ വർഷങ്ങളിൽ അവിടെ കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട ശൈഖുനാ അവറുകളായിരുന്നു. ശൈഖുന നിർദ്ദേശാനുസരിച്ചാണ്. അപ്പൊ അഹ്ലുസുന്നത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ സുന്നി സംഘങ്ങളെല്ലാം ഒന്നിച്ചു നിന്ന് ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിക്കണമെന്ന സന്ദേശം അത് പ്രത്യേകം പറയുന്നതിലും ശിഷ്യന്മാരെ ബോധീകരിക്കുന്നതിലും വിശേഷിച്ച് ദക്ഷിണകാലത്തുള്ള പണ്ഡിതന്മാരെ പ്രത്യേകം ബോധ്യപ്പെടുത്തുന്നതിലും ബഹുമാനപ്പെട്ട ഹളറത്ത് വീരാങ്കുട്ടി മുസ്ലിയാർ അവറുകൾ സജീവമായി നിലകൊണ്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യും. മന്നാലികൾക്ക് പ്രത്യേകം അറിയും. അവിടെ പ്രത്യേകം അവർ പറയലും അങ്ങനെ തന്നെയാണ്. ദക്ഷിണ കേരളത്തിലുള്ള ഉലമാക്കൾ ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയെ സജീവമാക്കണം, അതിന് ഉയർത്തണമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ദക്ഷിണ കേരള ജമീയത്തുൽ ഉലമയും കേരള സംസ്ഥാന ജമീയത്തുൽ ഉലമയും തമ്മിൽ സംഘടനകളൊന്നുമില്ലാതെ സഹകരിച്ചുകൊണ്ട് ഒന്നിച്ചുകൊണ്ട് പല വേദികളും പങ്കിട്ടുകൊണ്ട് ശരിക്കും തന്നെ പ്രവർത്തിച്ചു വരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ അനുഭവമാണ്. അപ്പൊ ആ ഒരു നില അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തിന്റെ ഉദാരമായ മനസ്സുകൊണ്ടും അസാധ്യതമാരുടെ ആശീർവാദവും പൊരുത്തവും അംഗീകാരവും ഇതിലുള്ളത് കൊണ്ടും തന്നെയാണ്. അദ്ദേഹം നിങ്ങൾ നോക്കുക, പ്രവാസ ജീവിതം കഴിഞ്ഞ് കിട്ടുന്ന ഒരു ദിവസമായി അഭിമാനകരമായി തന്നെ മുന്നോട്ട് പോകാനുള്ള സാഹചര്യമാണ് 19 വർഷം 2 ദശകക്കാലം അദ്ദേഹത്തിന് ജാമിയ മന്നാനിയിൽ ഉണ്ടായിരുന്നു. ഷെയ്ഖുൽ ഹദീസ് എന്ന് അവിടുത്തെ ടൈറ്റിലാണ്. ആ നിലയ്ക്ക് ഷെയ്ഖുൽ ഹദീസായി ബഹുമാനപ്പെട്ടവർ മന്നാനിയിൽ പ്രവർത്തിക്കുന്നു. അവിടെ അധ്യാപകനായിരിക്കുമ്പോഴും ഇൽമിയായ തന്റെ ദൗത്യവും ഇൽമിനെ വഹിക്കാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല തനിക്ക് നൽകിയിട്ടുള്ള മഹത്തായ പാകതയും കുവ്വത്തും മലക്കയും അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ടവർ മുദരിസായിരിക്കുന്ന സമയത്തും തനിക്ക് വേണ്ട കിതാബുകൾ പിന്നെയും പഠിക്കുന്നു. നിങ്ങൾ സ്വാഗത പ്രസംഗത്തിൽ കേട്ടു,
മഹാനായ ഇബ്നു ഹജർ തങ്ങൾ അവരുടെ തുഹ്ഫത്തുൽ മുഹ്താജ് ബഹുമാനപ്പെട്ടവർ ഹദീസിന്റെ ദൗറയിൽ ആസിമിയായി നേടിയിട്ടുള്ളവരാണ്. ദൈവബന്ധിലാണ് അവർ പോയിട്ടുള്ളത്. അന്ന് ദൈവബന്ധ് പോയ ഒരു സുഖമുണ്ട്, ഒരു കൊല്ലം കൊണ്ട് ബിരുദം നേടി പോരാ. അതാണ് അന്നത്തെ കുറെ ആളുകൾക്കൊക്കെ ദൈവബന്ധിൽ പോരും. പിന്നെ ബഹുമാനപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം നല്ല സുഖം അവർക്ക് ഇക്കാലത്തിനിടയ്ക്ക് തന്നെ സ്കൂൾ വിദ്യാഭ്യാസങ്ങൾ കേട്ടു സ്വാഗത പ്രസംഗങ്ങൾ സൂചിപ്പിക്കപ്പെട്ടത് കുറഞ്ഞ ഔപചാരിക വിദ്യാഭ്യാസമേ ഉള്ളൂ. പക്ഷെ ഇംഗ്ലീഷും അത്യാവശ്യം കൈകാര്യം ചെയ്യാനും ഉറുദുവും പേർഷ്യൻ ഭാഷയും ഒക്കെ സജീവമായി നല്ല നിലയിൽ തന്നെ കൈകാര്യം ചെയ്യാനും അദ്ദേഹത്തിന് കഴിയും. അപ്പൊ അത് ഉപയോഗപ്പെടുത്താൻ കൂടി പറ്റുന്ന ഉത്തരേന്ത്യൻ പഠനം എന്ന നിലക്ക് തന്നെ അദ്ദേഹം ബിരുദത്തിന് വേണ്ടി പോയിട്ടുള്ളത് ദൈവബന്ധിലേക്ക്. ആ ദൈവബന്ധില് തുഷ്യൊന്നും ഉണ്ടാവില്ല. നമുക്കറിയാലോ, ദൈവബന്ധ് പോയിട്ട് ദക്ഷിണേന്ത്യയിലെ സ്ഥാപനങ്ങളിൽ ഉണ്ടാവില്ല ഇബ്നു ഹജർ തങ്ങളുടെ തുഷ്ഫ. അവരൊക്കെ ഹനഫി മദ്ഹബുകാരാണ്. ഹനഫി മദ്ഹബിന്റെ കിതാബായി തുഷ്ഫ പഠിപ്പിക്കൂല. കേരളീയ മുത്തവൽ കോളേജുകളിലാണ് തുഷ്ഫത്തുൽ മുഹ്താജ് ദർസ് ഉണ്ടാവുക. കേരളീയ കോളേജുകളില്ലെങ്കിൽ തുഷ്ഫ ഇന്ന് കേരളത്തിൽ നിന്ന് ഇല്ലാതായി പോയിട്ടുണ്ടാവും. കാരണം പണ്ഡിതന്മാരാരും അത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്ഥിതിവിശേഷം, ഫത്വാക്കാർ മാത്രം ശ്രദ്ധിക്കുന്ന ഒരു സ്ഥിതിവിശേഷമായി പോകുമായിരുന്നു. കേരളത്തിലെ അറബി കോളേജുകൾ, പട്ടിക്കാട് ജാമിഅ നൂരിയ അറബി കോളേജ് ആരംഭിക്കുമ്പോൾ തന്നെ ശംസുൽ ഉലമാ വദ്ദീൻ ശൈഖ് മശായിഖിന ഖുതുബി തങ്ങൾ അവരുടെ നാട്ടിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ചെപ്പ്യാലം എന്ന് ആലോചിക്കുമ്പോ ശൈഖുന ഖുതുബി തങ്ങൾ അവരുടെ പിറന്ന നാടാണ്. ആ നാട്ടിൽ അവരെ സ്ഥാനം ഉയർത്തിപ്പിടിക്കാനും അവരുടെ പദവി ഉയർത്തിപ്പിടിക്കാനും അവരുടെ സന്ദേശവും ആശയവും ആദർശവും ഒക്കെ ഉയർത്തിപ്പിടിക്കാനും അത് സജീവമാക്കുന്നതിനു വേണ്ടി പരിശ്രമിച്ച ഒരു പിൻഗാമിയായി പേരക്കുട്ടികളുടെ തലമുറയിൽ വന്നവരാണ് ബഹുമാനപ്പെട്ട വീരാൻകുട്ടി മുസ്ലിയാർ. വീരാൻകുട്ടി മുസ്ലിയാരുടെ പരിശ്രമമില്ലെങ്കിൽ ഈ നാട്ടിലെ തലമുറകൾക്ക് പോലും ബഹുമാനപ്പെട്ട ഖുതുബി അവർകൾ എന്ന ഈ നാട്ടുകാരനെ അറിയാതെ പോകുമായിരുന്നു. കേരളീയ ഉലമാ സമൂഹത്തിൽ ഇത്ര ഖ്യാതിയുള്ള, ഇത്ര അംഗീകാരമുള്ള, സർവസ്വീകാര്യതയുള്ള ഒരു വലിയ മുഖം വേറെ ഇല്ലല്ലോ. ഇന്ന് കേരളത്തിൽ ജീവിക്കുന്ന ഉലമാ സംഘങ്ങളുടെ നേതൃനിരയിലുള്ള എല്ലാവരും അവിടുത്തെ ശിഷ്യന്മാർ മാത്രമാണ്. കേരളത്തിൽ അവരുടെ കാലത്ത് ജീവിച്ചിട്ടുള്ള ഉലമാ നിരകളിൽപ്പെട്ടവരെല്ലാം അവരുടെ ശിഷ്യന്മാരാണ്. അവരുടെ സമശീർഷരായ ഉലമാക്കൾ പോലും അവരെ ആദരിക്കുകയും അവരെ ശിഷ്യന്മാരെന്ന നിലയിൽ ശിഷ്യന്മാരെ പോലെ തന്നെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു പ്രത്യേക ബഹുമതി, ഒരു പ്രത്യേക ഗാംഭീര്യം, ഒരു ഹൈബത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള മഹാനാണ്. ഈ നാട്ടിൽ പിറന്ന ആ നിലയ്ക്ക് ഈ നാടിന്റെ അഭിമാനമായി ഈ നാടുകാർ എന്നെന്നും ഉയർത്തിപ്പിടിക്കേണ്ട ബഹുമാനപ്പെട്ട ശംസുൽ ഉലമാ ഖുതുബി അവർ. ആ ഖുതുബി അവർകളെ കുറിച്ച് ബഹുമാനപ്പെട്ട വീരാൻകുട്ടി മുസ്ലിയാരുടെ നല്ല കാലത്ത് വരുമ്പോഴാണ് ബഹുമാന്യരായ വൈലിത്തറ മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാരെ കൊണ്ടുവന്ന് ഇവിടെ ഖുതുബി മുസ്ലിയാരെ കുറിച്ച് മാത്രം പ്രസംഗിക്കാൻ വേണ്ടി പരിപാടി ഉണ്ടായി. ബഹുമാനപ്പെട്ടവരാവട്ടെ ഖുതുബി അവർകളെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു 100 നാവുള്ള ഒരു നല്ല നിലയിലാണ് മൊത്തം പ്രസംഗിക്കുക. എപ്പോഴും ഏത് സ്റ്റേജിൽ എവിടെ കിട്ടിയാലും ഖുതുബി അവർകളെ പറഞ്ഞു. അവരുടെ പിതാവിന്റെ ഗുരുവുമായിരുന്നു ബഹുമാനപ്പെട്ടു. അദ്ദേഹത്തിന്റെ പേര് തന്നെയാണ് പിതാവിനും മമ്മൂഞ്ഞി മുസ്ലിയാർ. മുഹമ്മദ് കുഞ്ഞി എന്നുള്ള ലോപിച്ചാലും മമ്മൂഞ്ഞി മുസ്ലിയാർ. എന്റെ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ വണ്ടൂർത്തവർ പറയാറുള്ളത് മമ്മൂഞ്ഞി മുസ്ലിയാരുടെ ഉശ്റ് മേശാറില്ല വൈലിത്തറ. അതായത് വൈലിത്തറ ഖ്യാതിയുള്ള ഭാസ്മീയനാണ്. എന്നെ സംബന്ധിച്ച് എന്റെ കുട്ടിക്കാലത്തെ ആകർഷിച്ച ഒരു പ്രസംഗമാണ് വൈലിത്തറയുടെ പ്രസംഗം. അവസാനം മരിക്കണേ വരും വൈലിത്തറയുടെ പ്രസംഗം എന്നാണ് പ്രത്യേക രീതിയാണ്. അത് ആ രീതി കൊണ്ടാണ് പറയുന്നത്. എന്താ വിഷയം എന്ന് വെച്ചാൽ അവതരിപ്പിക്കുന്ന രീതി കൊണ്ട് ആ പ്രസംഗത്തെ ബഹുമാനപ്പെട്ട ശൈഖുനാ താജുൽ ഉലമ പറയാറുള്ളത് മമ്മൂഞ്ഞി മുസ്ലിയാരുടെ ഉശ്റ് മേശാറില്ല വൈലിത്തറ. ആ വൈലിത്തറയെ കൊണ്ടുവന്ന് തന്റെ വാപ്പാന്റെ ഉസ്താദ് കൂടിയായ ഖുതുബി അവർകളെ കുറിച്ച് പ്രത്യേകം ഊന്നി പറയാൻ വേണ്ടി അതുതന്നെ സബ്ജക്ട് എന്നുള്ള നിലയിൽ ഇവിടെ പ്രസംഗം വെച്ച വീരാൻകുട്ടി മുസ്ലിയാർ ഈ നാടിനെയും ഈ നാട്ടുകാരെയും വിസ്മരിക്കാതെ ഖുതുബി അവർകളെ പ്രത്യേകം ഓർക്കാനും അവരുടെ കുടുംബത്തെ പ്രത്യേകം ഓർക്കാനും അനുസ്മരിക്കാനും തന്നെയാണ്. ആ പ്രദേശമാണിത്, ചെപ്പ്യാലം. ഈ പ്രദേശം തന്നെ, കൊച്ചു പ്രദേശം തന്നെ, ഈ പള്ളി അടക്കം. ആ പള്ളിയിൽ കയറി നിസ്കരിക്കുമ്പോൾ ഞാൻ പ്രത്യേകം ഓർത്തുപോയി. ആ പള്ളി അത്രയും പഴക്കമുണ്ട്. ബഹുമാനപ്പെട്ടവരുടെ കുട്ടിക്കാലത്തൊക്കെ തന്നെയുള്ള പള്ളിയാണ് ആ പള്ളി. അപ്പൊ ആ പള്ളിയിലാണ് അവർ വളർന്നത്. ഈ ഒരു പ്രദേശത്ത്
അവരുടെ പിൻഗാമിയായിക്കൊണ്ട് അവരുടെ വഴിയിൽ അവരുടെ സന്ദേശം എന്താണോ, അവരുടെ വഴി എന്താണോ, അവരുടെ ആശയം എന്താണോ, അവരുടെ ആദർശം എന്താണോ, അതുതന്നെയാണ് ബീരാൻകുട്ടി മുസ്ലിയാർ അവர்கள் തന്റെ ജീവിതത്തിൽ എന്നും ഉയർത്തിപ്പിടിച്ചത്. ആ ആശയം തന്നെയാണ് കേരള സംസ്ഥാന ജമിയത്തുലമയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ആശയം. അതുകൊണ്ട് തന്നെയാണ് കേരള സംസ്ഥാന ജമിയത്തുലമയെ ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ടവരുടെ മശായിഖുമാരുടെ പിന്തുടർച്ചയായിക്കൊണ്ട്. അല്ലാതെ സംഘടനാപരമായ ഒരു സങ്കുചിതത്വമൊന്നും ബഹുമാനപ്പെട്ടവരെ പോലെ കേരള സംസ്ഥാന ജമിയത്തുലമയിലെ ഉന്നത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ആരെ സംബന്ധിച്ചില്ല. കുട്ടികൾക്ക് അപ്പം അങ്ങനെ വരിക, കുട്ടികൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള വളരെ കുട്ടികൾ സംഘടന എന്ന് പറഞ്ഞാൽ ആ സംഘടനാ സംഘടന. മുതിർന്നവരും പഴയ കാലത്തുള്ളവരൊന്നും അങ്ങനെയല്ല. സംഘടനാപരമായതൊക്കെ നടക്കുമ്പോൾ തന്നെ സൗഹൃദങ്ങൾക്ക് വലിയ വില നൽകുമായിരുന്നു. ആ സൗഹൃദങ്ങൾക്കുള്ള വിലയൊക്കെ ഇല്ലാതായി പോയത് പിന്നീട് കുട്ടികളുടെ സംഘടനകൾ വരാൻ തുടങ്ങിയപ്പോഴാണ്. കുട്ടികളുടെ സംഘടന ആ ലെവലിൽ വന്നപ്പോണ്ടായ സംഭവം എല്ലാം തീരും, കുഴപ്പങ്ങളൊക്കെ പോകും. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല രീതിയിൽ നമ്മുടെ ഉലമാ സമൂഹത്തെ പരസ്പരം സൗഹാർദ്ദത്തോടെ ബഹുമാനത്തോടെ ബീരാൻകുട്ടി മുസ്ലിയാരുടെ ഒക്കെ ആശയം പോലെ, ആഗ്രഹം പോലെ, അഭിലാഷം പോലെ അല്ലാഹു പരിവർത്തിപ്പിക്കുമാറാവട്ടെ. നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം.